എക്സസൈസ് 13.2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5th ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 6th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. കർവ് സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് 4.4 മീറ്റർ സ്ക്വയർ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ സിലിണ്ടർ ഈസ് 0.7 മീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്. അവിടെ നമുക്ക് കർവ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ കർവ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRh ആണ്. 2πRh നമുക്ക് അവിടെ 4.4 തന്നിട്ടുണ്ട്. അതുപോലെ റേഡിയസ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 × 22/7 ഇൻറ്റു ഹൈറ്റ് കണ്ടുപിടിക്കണം. റേഡിയസ് 0.7 ഇൻറ്റു h ഈക്വൽ ടു 4.4. ഇവിടെ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 0.1 വരും. അപ്പോൾ 22 × 2 എന്ന് പറയുന്നത് 44. 44 × 0.1 എന്ന് പറയുന്നത് 4.4. 4.4 h is equal to 4.4. അങ്ങനെയാണെങ്കിൽ h is equal to 4.4 divided by 4.4. That is equal to 1 meter. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1 meter. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 7th ക്വസ്റ്റ്യൻ, ദ ഇന്നർ ഡയമീറ്റർ ഓഫ് എ സർക്കുലർ വെൽ. അവിടെ ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 3.5. ഇറ്റ് ഈസ് 10 മീറ്റർ ഡീപ്പ്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, ഡയമീറ്റർ 3.5 മീറ്റർ. അവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇന്നർ കർവ് സർഫസ് ഏരിയ, രണ്ടാമത്തേത് ദ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് ദ കർവ് സർഫസ് ഏരിയ. അപ്പോൾ ഇന്നർ CSA എന്ന് കാണണമെങ്കിൽ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 3.5/2, ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പോൾ CSA എന്ന് പറയുന്നത് 2πRh ആണ്. 2 × 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 3.5/2 ഇൻറ്റു h 10. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി. 7ഉം 3.5ഉം 0.5 ക്യാൻസൽ ആവുമ്പോൾ അപ്പോൾ 0.5ഉം 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആയി. 5 × 22 എന്ന് പറയുന്നത് 110 മീറ്റർ സ്ക്വയർ ആണ് CSA. നമുക്ക് റുപ്പീസ് 40 per meter square. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിങ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 110 × 40. അപ്പോൾ എത്രയാണ് വരിക, 44 20 ഇത്രയും റുപ്പീസ് 4400. ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ, in a hot water heating system, there is a cylindrical pipe of length 28 meter and diameter 5 cm. Find the total radiating surface in the system. അവിടെ ഹോട്ട് വാട്ടർ സിസ്റ്റം ആ റേഡിയേറ്റിംഗ് സർഫസ് അതാണ് നമുക്ക് കാണേണ്ടത്. ടോട്ടൽ റേഡിയേറ്റിംഗ് സർഫസ് ഇൻ ദ സിസ്റ്റം. അവിടെ നമുക്ക് അതിൻ്റെ CSA മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. CSA എന്ന് പറയുന്നത് 2πRh ആണ്. അപ്പോൾ ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. h എന്ന് പറയുന്നത് 28 മീറ്റർ, ഡയമീറ്റർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ h മീറ്ററിലും ഡയമീറ്റർ സെൻറ്റിമീറ്ററിലും ആണുള്ളത്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി അത് ഡിവൈഡ് ബൈ 100 ചെയ്തു. അപ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 0.05 ആണ് വരുന്നത്. ഇനി റേഡിയസ് എന്ന് പറയുന്നത് 0.05/2. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CSA എന്ന് പറയുന്നത് 2 × 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 0.05/2 ഇൻറ്റു h എന്ന് പറയുന്നത് എത്രയാണ്, 28. അപ്പോൾ ഇത് 2 ക്യാൻസലായി. 28ഉം 7 4. അപ്പോൾ ഇതിൽ 5 4s are 20. 20ൽ ആ 2 പോയിന്റ് മാറുമ്പോൾ അതായത് 20 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 0.2. 0.2ഉം 22. അപ്പോൾ 22 × 2 എന്ന് പറയുന്നത് 44 ആണ്. 4.4. CSA എന്ന് പറയുന്നത് 4.4 മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ, അവിടെ lateral or curved surface area of a closed cylindrical petrol storage tank that is 4.2 meter in diameter and 4.5 മീറ്റർ ഇൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ CSA ആണ് കാണേണ്ടത്. ഫസ്റ്റ് പാർട്ട് CSA എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRh ആണ്. അപ്പോൾ 2 × 22/7 ഇൻറ്റു ഇവിടെ ഡയമീറ്റർ ആണ് 4.2. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 2.1. അത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.1 കിട്ടും. 2.1 × 4.5. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 0.3.
ഇത് 44 ഇൻറ്റു 3 എന്ന് പറയുന്നത് 132, അതായത് 13.2 ആയി. ഈ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10, 16, 1, 6, 8, 12, 1, 5, 0, 14, 9, 5. എത്ര പ്ലേസ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 59.40 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. CSA എന്ന് പറയുന്നത് 59.40 മീറ്റർ സ്ക്വയർ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഹൗ മച്ച് സ്റ്റീൽ വാസ് ആക്ച്വലി യൂസ്ഡ്. ഈ 1/12 ഓഫ് ദ സ്റ്റീൽ ആക്ച്വലി യൂസ്ഡ് വാസ് വേസ്റ്റഡ് ഇൻ മേക്കിംഗ് ദ ടാങ്ക്. അപ്പോൾ ഇവിടെ എത്ര സ്റ്റീലാണ് ആക്ച്വലി യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ആ സ്റ്റീലിന്, അതായത് അതിൻ്റെ ടോട്ടൽ, ഇവിടെ പെട്രോൾ ടാങ്ക്, അപ്പോൾ അതിൻ്റെ ഫുൾ ഭാഗവും നമുക്ക് വേണം. അതായത് TSA ആദ്യം കണ്ടുപിടിക്കുക. TSA എന്ന് പറയുന്നത് എന്താണ്? 2πr ഇൻറ്റു H പ്ലസ് R ആണ്. അപ്പോൾ 2 ഇൻറ്റു 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 2.1, H എന്ന് പറയുന്നത് 4.5 പ്ലസ് 2.1. അപ്പോൾ ഇവിടെ 0.3, 44 ഇൻറ്റു 0.3 ഇൻറ്റു ഇത് എത്രയാണ് വരിക? 4.5ഉം 2.1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.6. അപ്പം ഇത്രയാണ് ഉള്ളത് നമുക്ക്. 6.6 എന്ന് പറയുമ്പോൾ ഇത് 132, 132നെ 66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, 1, 18, 9, 7, 12, 1, 9, 2, 1, 87, അതായത് 87.12 മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഇത്ര ഏരിയയിലാണ് സ്റ്റീൽ വേണ്ടത്. ഇവിടെ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഹൗ മച്ച് സ്റ്റീൽ വാസ് ആക്ച്വലി യൂസ്ഡ്. അതായത് ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് 1/12 ഓഫ് ദ സ്റ്റീൽ വേസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നു, ലെറ്റ് ദ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ യൂസ്ഡ് ബി എക്സ്. നമുക്ക് അറിയാത്ത നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ലെറ്റ് ദ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ യൂസ്ഡ് ബി എക്സ് മീറ്റർ സ്ക്വയർ എന്ന് എടുത്തു. അവിടെ നമുക്ക് 1/12 ഓഫ് സ്റ്റീൽ ആക്ച്വലി യൂസ്ഡ് വാസ് വേസ്റ്റഡ് ആണ്. അപ്പോൾ 1/12 വേസ്റ്റ് ആവുന്നുണ്ട്. എക്സിൻ്റെ 1/12 ഓഫ് എക്സ് വേസ്റ്റ് ആണ്. അങ്ങനെ എക്സ് ആണ് ആക്ച്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ. അതിൻ്റെ 1/12 വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ബാക്കി എത്രയാണ് ഉണ്ടാവുക? ഇവിടെ 12x മൈനസ് x/12 ആണ് വരിക. അതായത് 11x/12. ഇത്രയും ആണ് ഏത്? ഇത് 87.12. എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. അതായത് 11x/12 ആണ് നമുക്ക് ഇവിടെ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 87. ഇത്രയും ഏരിയയിലാണ് 87.12. ഈ ഏരിയയിലാണ് നമുക്ക് ആ ടാങ്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 87.12 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഇൻറ്റു 12 ഡിവൈഡ് ബൈ 11. അപ്പോൾ ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 95.04 മീറ്റർ സ്ക്വയർ. അപ്പോൾ എത്രയാണ് ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്? 95.04 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 10th ക്വസ്റ്റ്യൻ, അതിൽ in figure you see the frame of a lampshade. It is to be covered with a decorative cloth. The frame has a base diameter of 20 cm and a height of 30 cm. A margin of 2.5 cm is to be given for folding it over the top and bottom of the frame. Find how much cloth is required for കവറിങ് ദ ലാമ്പ് ഷെയ്ഡ്. അപ്പോൾ ഇവിടെ എത്ര ക്ലോത്ത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആ ലാമ്പ് ഷെയ്ഡ് കവർ ചെയ്യാൻ? ലാമ്പ് ഷെയ്ഡ് ഏത് ഷേപ്പിലാണുള്ളത്? സിലിണ്ടറിക്കൽ ഷേപ്പിലാണുള്ളത്. നമുക്ക് ഇത് കവർ ചെയ്യാൻ എത്ര ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അതായത് നമ്മുടെ CSA എന്ന് പറയുന്നത് 2πRH ആണ്. ഇവിടെ H നമ്മൾ നോക്കുവാണെങ്കിൽ മാർജിൻ H എത്രയാണ്? 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആ 30യുടെ കൂടെ അതായത് 2.5 സെന്റിമീറ്റർ മുകളിലും അതുപോലെ ടോപ്പിലും ബോട്ടത്തിലും എത്രയാണ്? 2.5 സെന്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൈറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഏരിയ, അതായത് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ കവറിങ് ദ ക്ലോത്ത്. അപ്പോൾ ക്ലോത്ത് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലോത്ത് റിക്വയർഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2πRH. ഇവിടെ H എത്രയായി? Hന്റെ കൂടെ
രണ്ട് 2.5 കൂടി അവിടെ ആഡ് ആയിട്ട് വരും. അതായത് മാർജിൻ രണ്ട് സ്ഥലത്തും ടോപ്പിലും ബോട്ടത്തിലും 2.5 ആഡ് ആവുന്നുണ്ട് മാർജിന് വേണ്ടി എക്സ്ട്രാ. അതായത് മടക്കി ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 കൂടുന്നുണ്ട്. അപ്പോൾ ഹൈറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് ഹൈറ്റിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ എഴുതി. ഇനി 2 × 22/7 ഇൻറ്റു ഇവിടെ ആർ എത്രയാണ്? ഡയമീറ്റർ ആണ് 20. ഡയമീറ്റർ 20 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. 10 ഇൻറ്റു എച്ച് എത്രയാണ്? 30. 30 പ്ലസ് 2.5 പ്ലസ് 2.5. ഇതിൽ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു മാറ്റം, അതായത് 2.5 സെൻറ്റിമീറ്റർ ടോപ്പിലും ബോട്ടത്തിലും മാർജിന് വേണ്ടി ഒഴിവാക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതും കൂടി ഹൈറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. റേഡിയസിലൊന്നും ഒരു മാറ്റവും ഇല്ല, ഹൈറ്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 44 ഇൻറ്റു 10 ഇവിടെ 30 പ്ലസ് 2.5 പ്ലസ് 2.5 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 35 ഡിവൈഡ് ബൈ 7. അപ്പോൾ 7ഉം 5 ക്യാൻസലായി. ഇവിടെ 44 ഇൻറ്റു 5 എന്ന് പറയുന്നത് 220. 220 ഇൻറ്റു 100 2002. സോറി 220 ഇൻറ്റു 10 എന്ന് പറയുന്നത് 2200 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയാണ് ക്ലോത്ത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ഓഫ് വിദ്യാലയ വെയർ ആസ്ക്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ കോമ്പറ്റീഷൻ ഫോർ മേക്കിംഗ് ദ ഡെക്കറേറ്റിംഗ് പെൻ ഹോൾഡേഴ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ വിത്ത് എ ബേസ്. അവിടെ using cardboard. Each pen holder was to be of radius 3 cm, height 10.5 cm. The Vidyalaya was to supply the competitors with the cardboard. If there were 35 competitors, how much cardboard was required to be bought for the competition? അപ്പോൾ ഇവിടെ നമ്മൾ പെൻ ഹോൾഡർ ആണ് ഉണ്ടാക്കുന്നത്. പെൻ ഹോൾഡർ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ, അതായത് ഇവിടെ പെൻ ഹോൾഡർ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഉണ്ടാവും. പക്ഷെ മോൾ ഭാഗം എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. പെൻ ഹോൾഡർ ആണ്, അപ്പോൾ പെന്ന് വെക്കേണ്ടത് കൊണ്ട് മോൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ട കാർഡ്ബോർഡിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ എന്തൊക്കെയായിരിക്കും? കാർഡ്ബോർഡ് required for 1 competitor. ഒരാൾക്ക് വേണ്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2πRH പ്ലസ് നമുക്ക് ഈ ഭാഗം വന്നാൽ അതിൻ്റെ CSA മാത്രമേ ആവുള്ളൂ. പക്ഷേ എന്താണ്? പെൻ ഹോൾഡർ ആണ്, അപ്പോൾ അടിവശമുണ്ട്. അടിവശം എന്ന് പറയുന്നത് എന്താണ്? πr². മോൾ ഭാഗം വേണ്ട. മോൾ ഭാഗം കൂടി വേണമെങ്കിൽ മാത്രമേ നമ്മൾ TSA എഴുതാവൂ. ഇവിടെ അപ്പോൾ CSAയും അതിൻ്റെ കൂടെ അതിൻ്റെ ബേസ് ഏരിയയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആവശ്യമാണ് ഒരാൾക്ക്. അങ്ങനെയുള്ള 35 പേർക്ക് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് അതേ ഇൻറ്റു 35 ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 2 × 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 3, എച്ച് എന്ന് പറയുന്നത് 10.5 പ്ലസ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? πr രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അത് πr കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ πr കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ πr പോയി, ബാക്കി എത്രയാണുള്ളത്? 2h. അതുപോലെ ഇവിടെ πr പോയി, r² ഉണ്ട്, അപ്പോൾ ഒരു r ബാക്കിയുണ്ട്. അപ്പോൾ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 3, 2 × 10.5 പ്ലസ് ആർ എന്ന് പറയുന്നത് 3. ഇനി 66 ഇത് 2 × 10.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21. 21 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 24/7. ഇത്രയാണ് ഒരാൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് 35 പേർക്കാണ് വേണ്ടത്. കാർഡ്ബോർഡ് റിക്വയർഡ് ഫോർ 35 കോമ്പറ്റീറ്റേഴ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 66 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 24 ആണുള്ളത്. അതിൻ്റെ കൂടെ ഇത് ഒരാൾക്കുള്ളതാണെങ്കിൽ 35 പേർക്ക് എന്ന് പറയുമ്പോൾ ഇൻറ്റു 35 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 7 ഇവിടെ ക്യാൻസൽ ആവും. ഇവിടെ നിങ്ങൾ ഷോർട്ടാക്കി കൊണ്ടുവരണം എന്നില്ല. ലാസ്റ്റിൽ നമ്മളെല്ലാം കൂടി നോക്കിയിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുറേ സമയം നമ്മളെ കാൽക്കുലേഷൻ പോകും. അപ്പോൾ ഇവിടെ 5. ഇനി ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അവിടെ 24 × 5 എന്ന് പറയുന്നത്
120 into 66. 7920. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7920 എത്രയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. 7920 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. ഇപ്പോൾ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.